Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? Hallelujah. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റിജി പാസ്റ്റർ, ബിജു പാസ്റ്റർ, കടന്നു എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ ദൈവന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതിനെ കണ്ടിന്യൂ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ചിന്തിച്ച വിഷയം ടു നോ ദ ഹാബിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയുന്നവരാകുക. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്കത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ അത് പറയുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം അറിയുന്നു, ദൈവം അനുവദിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. ഈ 3 സംഭവങ്ങൾ, 3 കാര്യമാണ് ദൈവത്തെ ബന്ധപ്പെടുത്തി ദൈവജനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ എ പാർട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചു. ദൈവം അറിയുന്ന കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇസ്രായേൽ മക്കളോടുകൂടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിൽ ദൈവം പറയുന്നതായിട്ട് കാര്യം. ഇന്ന് അതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 70. മതി. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗാഡ്, ഗുഡ് ആൻഡ് ഈവിൾ, യു ഷാൽ നോട്ട് ഈറ്റ്, യു ഷാൽ നോട്ട് ഈറ്റ്. തിന്നരുത്. പലരുടെയും ചോദ്യം, മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യത്തിന് ആൻസറോടാണ് ചില കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവത്തിന് ഇവർ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നും എന്നറിയരുതായിരുന്നോ? പ്ലീസ് അല്ലോ, ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ ഇവർക്കത് കൊടുത്തത്? എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പ്ലീസ് അല്ലോ. എന്നാൽ ഇവിടെ എന്താണ് അതിൻ്റെ ആൻസർ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോഡ് നോസ്, ദൈവം അറിയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ദൈവം റെസ്പോണ്ട് ചെയ്തില്ല? അതിന് കാരണമാണ് ഇപ്പോൾ വായിച്ചത്. ആ തോട്ടത്തിൽ നമുക്കറിയാം അനേക വൃക്ഷങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. തോട്ടത്തിലുള്ള ഒത്തിരി വളരെ ഒത്തിരി വൃക്ഷത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പം അവിടെ ദൈവം മനുഷ്യരോട് പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, യു ക്യാൻ ഈറ്റ്. എന്നാൽ ഒരു കാര്യം, യു ഡു നോട്ട് ഈറ്റ് വൺ ട്രീ, ഫ്രൂട്ട് ഓഫ് വൺ ട്രീ. ഒരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ഫ്രീ വില്ല് കൊടുത്തില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, അവന് ഫ്രീ വില്ല് ഉണ്ടായിരുന്നു. ചില പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തില്ല. അവൻ ഫ്രീ വില്ല് സ്വയം തിരഞ്ഞെടുക്കുക ചെയ്ത്. അവനൊരു ഫ്രീ വില്ലുണ്ട്. എവിടെന്നറിയാമോ? ദൈവം ഒരു ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്, അതിനകത്തൊരു ഫ്രീ വിൽ. എന്നാൽ ഇവിടെ അവനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ തോട്ടത്തിലെല്ലാം തിന്നാം, അവിടെ ഫ്രീ വില്ല. പക്ഷേ എന്ത് ചെയ്യരുത്? ഹലോ, ഇവിടെ ഉണ്ടോ എല്ലാവരും? ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ഒരു വിലക്ക് അവിടെ കൊടുത്ത്.
അപ്പം അതിനർത്ഥം എന്നാണെന്നറിയാമോ? അതിൻ്റെ വാക്ക് എഴുതിയിരിക്കുന്നത്, ബട്ട് ഫ്രം ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവൾ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ വൃക്ഷവും. എങ്ങനെ അറിവ്? ഗുഡ് ആൻഡ് ഈവിൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ there is good and evil, but my will is you know only the good. നീ നല്ലത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ രണ്ട് നോളജ് റിസീവ് ചെയ്യുന്നത്. ഒന്ന്, ദ നോളജ് ഓഫ് ഗുഡ്, ദ സെയിം വേ ദ നോളജ് ഓഫ് ഈവിൾ. ബട്ട് വാട്ട് ദ വിൽ ഓഫ് ഗാഡ്? The will of God is you should receive only the knowledge from God. ദൈവത്തിൽ നിന്ന് മാത്രം. ഹല്ലേലൂയ. നീ എന്ത് റിസീവ് ചെയ്താൽ മതി? നോളജ് റിസീവ് ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ എൻ്റെ ബൗണ്ടറിക്കകത്ത് എനിക്ക് കേൾക്കാൻ പറ്റും. അവൻ നീ ഗുഡിൽ മാത്രം ജീവിക്കാൻ പറ്റും, നന്മയിൽ മാത്രം ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതാ ദൈവം ആഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നോക്കിയേ, ഈ ആദം ആൻഡ് ഈവ് ആരുടെ കൺട്രോളിലാ? ദൈവത്തിൻ്റെ കൺട്രോളിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, there is a knowledge from God, at the same time there is a knowledge from evil. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ ഈവിളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? They can't receive the knowledge. അവർക്കത് നോളജ് ചെയ്യാൻ കഴിയും, പക്ഷേ ദൈവം അത് ആഗ്രഹിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോഴും കാണുന്നത് കേട്ടോ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഫ്രീ വിൽ ഉണ്ടെന്ന്. എപ്പോഴാണ് ഫ്രീ വിൽ ആയെന്നറിയാമോ? മനുഷ്യൻ ഫ്രീ വിൽ സ്വയമായി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹലോ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ഫ്രീ വിൽ സ്വയമായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇരിക്കുന്നവർ ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ വില്ല് സ്വയമായി തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാനും, ഈ സുവിശേഷം കേട്ട് അവൻ നല്ലതായി ജീവിക്കാനും, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കാനും, ഇത് വേണ്ടെന്ന് വെക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട്. എന്നാ കാര്യം എന്നറിയാമോ? മനുഷ്യൻ തന്നെ സ്വയമാണ് ഫ്രീ വില്ല് തിരഞ്ഞെടുത്തത്. അതിനായിട്ട് ദൈവം കയറി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആദാം ഹവ്വ അവൻ ആരിൽ നിന്ന് ആ നോളജ് റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. വായിച്ചതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. ആ, യെസ്. ആമേൻ. ആ, ആ, ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചേ. തൊട്ടു മുമ്പ് വരെ ഇവർക്ക് there is only knowledge from God. What was that knowledge? Do not eat. ഇത് തിന്നരുതെന്നുള്ള അറിവേ അവർക്കുണ്ടായുള്ളൂ. പക്ഷെ ഇപ്പം വേറൊരു അറിവൂടെ കിട്ടി. എന്താ അറിവ്? യു ക്യാൻ ഈറ്റ്. നിനക്ക് തിന്നാം. നോക്കിക്കേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിന്നരുതെന്നുള്ള ഒരു നോളജ് മാത്രം ഇരുന്നപ്പോൾ ഈ വൃക്ഷത്തെ ചെന്നിവർ നോക്കിയിട്ട് അവരുടെ മെമ്മറി ഇങ്ങനെ പറയുക, ഡു നോട്ട് ഈറ്റ്, ഡു നോട്ട് ഈറ്റ്. പക്ഷെ ഇപ്പോൾ വേറെ ഒരു നോളജ് കൂടെ റിസീവ് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. there is a choice. ഉണ്ടോ പിള്ളേരെല്ലാവരും ഇവിടെ എന്നോട്? പ്രൈസ് ദി ലോർഡ്. there is a choice. തിന്നരുത്, തിന്നാം. തിന്നരുതെന്നുള്ള ആ നോളജ് എവിടുന്നാ വന്നേ?
ദൈവത്തിൽ നിന്ന്. ഇപ്പോൾ സാത്താൻ പറയുക യു കാൻ ഈറ്റ് ഇറ്റ്. 2 നോളജ് വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അറ്റാക്ക് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തോണേ, ആമേൻ, 2 വിധത്തിൽ നമുക്ക് ആമേൻ നോളജ് റിസീവ് ചെയ്യാം. ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ഒന്ന് സാത്താൻ്റെ കയ്യിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ 2 റിസീവിങ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് സ്ട്രഗിളിങ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിനോട് ദൈവം പറയുന്നത് യു മസ്റ്റ് റിസീവ് ദ നോളജ് ഫ്രം ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ അവൻ നിനക്ക് ബ്ലെസ്സിംഗ് ആയി, സന്തോഷമായി, അനുഗ്രഹമായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇടയ്ക്കിരുന്ന് വേറെ റിസീവ് ചെയ്യുമ്പോഴാണ് ഈ സ്ട്രഗിളിങ് ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, അവൻ അവൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പുള്ള അവൻ ഏറ്റവും വലിയ പാപത്തിൻ്റെ സ്റ്റെപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവൻ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ the fear of the Lord is the beginning of wisdom. അപ്പം വിസ്ഡം റിസീവ് ചെയ്യുന്നതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് the first part of the wisdom is fear of the Lord. Am I right? അങ്ങനെയെങ്കിൽ ആ ഫിയർ ഓഫ് ദ ലോർഡ് അവൻ വിസ്ഡത്തിലേക്ക് പോകുന്നെങ്കിൽ, ഹല്ലേലൂയ, അവൻ സാത്താൻ്റെ നോളജ് സ്വീകരിക്കാൻ തുടങ്ങുന്നതാണ്, ഹല്ലേലൂയ, the beginning of the sin. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇരിക്കുന്നുണ്ടോ എല്ലാവരും? ആമേൻ എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന് സാത്താൻ പാപത്തിലോട്ടങ്ങ് വീഴിക്കുകയല്ല. ആമേൻ നിനക്ക് നോളജ് തരും. സാത്താൻ്റെ നോളജ് ഓഫ് ഈവിൾ, നോളജ് ഓഫ് ആമേൻ ഈവിൾ. ഇഫ് യു ലിസൺ ദാറ്റ് വൺ, നീ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ സാത്താന് മനസ്സിലാവും ഇവനെ കയ്യിൽ കിട്ടിയെന്ന്. അതാണ് എന്ത് ആമേൻ ഇവിടെ ലോകത്തെ സെക്കുലറും അവിടെ എല്ലാം പഠിപ്പിക്കുന്നത്. അത് പഠിക്കുമ്പോൾ നിനക്ക് സ്ട്രഗിളിംഗ് ഉണ്ടാവും. ആമേൻ, ആമേൻ, വിച്ച് ഈസ് റൈറ്റ്, വിച്ച് ഈസ് റൈറ്റ്. ആമേൻ ടീച്ചർ പറഞ്ഞാണോ റൈറ്റ്, പാസ്റ്റർ പറഞ്ഞാണോ റൈറ്റ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ, വിച്ച് ഈസ് റൈറ്റ്. ആമേൻ, ആമേൻ, ടീച്ചർ പറഞ്ഞാണോ റൈറ്റ്? ആമേൻ, ആമേൻ, ആര്? പാസ്റ്റർ പറഞ്ഞാണോ റൈറ്റ്? അല്ലേ പ്രസംഗിച്ചാണോ റൈറ്റ്? ഇത് സ്ട്രഗിളിങ്ങാ. അപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ആമേൻ, നീ ദൈവവചനത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ വചനമാണ് ആമേൻ, ആമേൻ, സത്യമെന്ന് ഉള്ളുകൊണ്ട് വിശ്വസിക്കാത്ത ഒരുത്തനും ആമേൻ സാത്താൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ, ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ആമേൻ ട്രൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് സത്യം അറിയുകയും സത്യം നിങ്ങളെ. ആമേൻ, ആമേൻ. ഞാൻ പറയുന്ന പ്രസംഗത്തിന് സ്വതന്ത്രം പറയാൻ പറ്റത്തില്ലെങ്കിലും ഹൃദയത്തിനകത്ത് എടുത്തോണം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ട് ധൈര്യത്തോടെ ഏത് സെക്കുലർ കോളേജിൽ ചെന്ന് എന്തൊക്കെ പഠിച്ചാലും ആമേൻ നിങ്ങളുടെ മൈൻഡ് പറയണം ആമേൻ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഓൺലി ട്രൂ. ആമേൻ, ഇത് മാത്രമാണ് സത്യമെന്ന് പറഞ്ഞേ നീ എവിടേക്ക് പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ അതിൻ്റെ സകലയും. കാരണം എന്തറിയാമോ? ആമേൻ, while you listening the wisdom of evil, നിങ്ങൾക്കത് മനസ്സിലാകുക സത്യമെന്ന കാര്യം അവിടെ സാത്താൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വായിച്ച് അതിൻ്റെ 3-ന്റെ ഹല്ലേലൂയ ആമേൻ 2-ാമത്തെ വാക്യം പറയുന്നത്, woman said to serpent, സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ സ്ത്രീ വന്ന ഈ സ്ത്രീയുടെ പേരെന്നാ? സ്ത്രീയോട് സംസാരിക്കുന്ന ആരാ? പാമ്പാ. എന്നാലും ഒന്നുകൂടെ പറഞ്ഞ ഈവിൾ. അപ്പം ഞാൻ ചിന്തിക്കും ഇത് തമ്മിലൊരു ബന്ധം ഇങ്ങനെ ഉണ്ടല്ലോ നേരത്തെ തന്നെ. റിച്ചെടുത്ത് ഈവൻ അറിഞ്ഞു കൊടുത്തൊരു പേര് പോലെ ഇപ്പോൾ എനിക്ക് ചിലപ്പം ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഇത് സംസാരിക്കുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവള് സംസാരിക്കുന്നത് ദൈവത്തിന് അറിയരുതോ? യെസ്, ഗോഡ് നോസ്. ദൈവത്തിന് വിലക്കരുതോ? ദൈവത്തിന് വിലക്കാം. പക്ഷേ വിലക്കത്തിൽ എന്നാ കാര്യം? ദൈവം മുന്നമേ തന്നെ ഒരു നോളജ് അവന് പാസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ.
ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് നീ ഏതിലേ പോയാലും ദൈവം നിന്നെ ഇൻ്റർഫിയർ ചെയ്യാൻ വരത്തില്ല. കാര്യം ഇപ്പോൾ ഇവർക്ക് രണ്ട് ഐഡിയ കിട്ടി. ഒന്ന്, ഷാൽ നോട്ട് ഈറ്റ്, ഷാൽ ഈറ്റ്. ഇപ്പോൾ ഇവളാണ് തീരുമാനിക്കുന്നത് എടുക്കണോ വേണ്ടയോ. ഫ്രീ വിൽ ആരാ സ്വയം ഏറ്റെടുത്തത്? പ്രീസലോ ആദ്യ ദൈവം കൊടുത്തേച്ച് ഇത് ഈവിൾ ഗുഡ് ആൻഡ് ഈവിൾ ഉണ്ട്, നിനക്ക് വേണേൽ ഏതെങ്കിലും എടുത്തോ എന്നല്ല പറഞ്ഞത്. പ്രീസലോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആരുടെ കുറ്റമായിരുന്നേനെ? ദൈവത്തിന് കുറ്റമാണ്. അങ്ങനല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞു ഡു നോട്ട് ഈറ്റ്, തിന്നരുത്. ദർ ഇസ് നോ ചോയ്സ്. ഒരു ചോയ്സ് നിനക്ക് ഇവിടെ ഇല്ല. പക്ഷേ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു തരുന്ന ആരാന്നറിയാമോ? സാത്താനാ പറഞ്ഞു തരുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാം നമുക്കൊരു ചോയ്സ് ഇല്ല, നമുക്ക് ഒറ്റ ചോയ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് വേർഡ് ഓഫ് ഗോഡ്. എത്ര പേർ ആമേൻ പറയുന്നത് എനിക്കറിയത്തില്ല. ആമേൻ, നമുക്ക് ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. നിങ്ങൾ എത്ര വേണേലും പഠിച്ചോ, എത്ര വേണേലും ഉയർന്നോ, എത്ര ഡിഗ്രി വേണേലും പഠിച്ചോ, പക്ഷേ there is no choice, only the one choice. Amen, that the word of God comes from the mouth of God. അതല്ല ഒരു ചോയ്സ് നമുക്കില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. മറ്റൊക്കെ ലേൺ ചെയ്തു, പക്ഷെ അന്നേരം ഓർത്തോണം ആമേൻ വാട്ട് ഈസ് ദ ട്രൂത്ത്. ഇത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഒന്ന് വായിച്ചായിട്ട് നിങ്ങൾ അടുത്തത് ആമേൻ ഇപ്പോൾ പറയുക, ഈ നോളജ് സ്വീകരിക്കുക. നോളജ് സ്വീകരിക്കുമ്പോൾ സാത്താൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേൾക്കണമോ എന്താണെന്ന് ഒന്ന് വായിച്ച്. അത് തിന്നുന്ന ആൾ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും. ഒന്ന് അവിടെ എഴുതിയിരിക്കുക, the serpent said to woman, you surely will not die. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മരിക്കുകയില്ല. അതുവരെ ഇവിടെ മെമ്മറിയിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? മരിക്കുമെന്നുള്ള ഇതേ ഉള്ളൂ അവിടെ ചിന്ത. പക്ഷെ ഇപ്പോൾ വേറൊരു നോളജ് കയറി വന്നു. വാട്ട് ഈസ് ദാറ്റ്? നീ മരിക്കത്തില്ല. ചോയ്സ്, തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ പറയാം, ഈ രണ്ട് ചോയ്സ് നിന്റെ മുമ്പിലുണ്ട്. ഒന്നുകിൽ വചനം തെരഞ്ഞെടുത്ത് ആത്മാവിൽ നിറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു ചോയ്സ്, ആമേൻ. അല്ലെങ്കിൽ സാത്താൻ പറയുന്ന ആമേൻ നന്മകളും ഉയർച്ചകളും പ്രാപിച്ച് ഇവിടം കൊണ്ട് തീരുന്ന ഒരു ചോയ്സ്. ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം ഏത് ചോയ്സാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ആമേൻ, ഇവിടം കൊണ്ട് തീരുന്നതല്ല. ആമേൻ, സത്യവചനം സ്വീകരിച്ചുകൊണ്ട് നിത്യതോളം ജീവിക്കുന്ന ഒരു ചോയ്സാണ് എനിക്കുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞാട്ട്. നമുക്ക് വേറെ ചോയ്സ് ഇല്ല, നമുക്ക് ഒറ്റ ചോയ്സേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടതാണോ എവിടെ? പ്രൈസ് ദി ലോർഡ്. എറ്റേണൽ ലൈഫ്, എറ്റേണൽ ലൈഫ്. അപ്പൊ ഇവിടെ ഒന്ന് പറയാ, ആമേൻ, നിങ്ങൾ മരിക്കയില്ല. അടുത്തത്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും. യെസ്, നിങ്ങളുടെ കണ്ണ് എവിടെ ഇരിക്കുക? യുവർ ഐസ് വിൽ ബി ഓപ്പൺ. ഓപ്പൺ. ഞാൻ നിങ്ങളോട് എണ്ണി ചോദിക്കുക, സാത്താൻ ഇവക്ക് കൊടുക്കുന്ന നോളജിന്റെ സ്റ്റെപ്പ് നോക്കണം. ഒന്ന് പറഞ്ഞു, യു ഷാൽ നോട്ട്. രണ്ട്, യുവർ ഐ വിൽ ബി ഓപ്പൺ. പിന്നെ നിങ്ങൾ യു വിൽ ബി ലൈക്ക് ഗോഡ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദ ഫോർത്ത് വൺ, നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ. എത്ര കാര്യം പറഞ്ഞു? 4 കാര്യം. വാട്ട് ഈസ് ദാറ്റ് വൺ? മരിക്കുകയില്ല. One is you shall not die. Second is shall be opened eyes. Amen. Your eye will be open. The fourth one, third one, you shall be like God. The fourth one, Amen. You know the good and evil. I ask a question to you. How many is true and how many is false? സാത്താൻ 4 കാര്യം അവനോട് പറഞ്ഞു. അതിൽ എത്ര എണ്ണം ശരിയുണ്ട്? ഒന്നും ശരിയില്ല. Can you say? എത്ര എണ്ണം ശരിയുണ്ട്? ഒരാൾ പറഞ്ഞു ഒന്നും ശരിയല്ലെന്ന്. Anybody? 2. 2 പേര് പറഞ്ഞു 2. Then praise the Lord. നിങ്ങൾ നോക്കിക്കേ, അതിൽ 3 എണ്ണം ശരിയാ. Praise the Lord. എന്താ 3 എണ്ണം ശരി? പറയാം. Praise the Lord. അവിടെ എഴുതിയിരിക്കുക, യുവർ ഐസ് വിൽ ബി ഓപ്പൺ. ശരിയാണോ? തുറന്നു. പ്രൈസ് ദി ലോർഡ്. തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദെൻ യു വിൽ ബി ലൈക്ക്. ശരിയാണോ? വായിച്ച 27ാമത്തെ വാക്യം.
22-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ആ മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം ആ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. ദൈവം പറയാ അവൻ നമ്മിൽ ഒരുവനെ പോലെ ആയോ? ആയോ? യെസ്, ഹി വിൽ ബി ലൈക്ക്. ആയിത്തീർന്നിരിക്കുന്നു. ഞാനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞേ? ദൈവം തന്നെ പറയുക. ദൈവം തന്നെ പറയുക അവൻ നമ്മിൽ ഒരുവനെ. അവിടെ ആണ് ത്രിയേകത്വം വരുന്നുള്ളൂ കേട്ടോ. ദൈവൊറ്റയ്ക്കല്ല പറയുന്നത്. പിതാപുത്ര പരിശുദ്ധ നമ്മിൽ ഒരുവനെ പോലായി. പ്രൈസ് ദി ലോർഡ്. ഇനി അവരെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ദെൻ വാട്ട് നെക്സ്റ്റ്? നോയി അറിഞ്ഞോ? ഗുഡാവിൽ അറിഞ്ഞോ? അറിഞ്ഞു. അപ്പം 4 കാര്യം പറഞ്ഞതിൽ എത്രണ്ണം ശരിയുണ്ട്? എത്രണ്ണം ശരിയുണ്ട്? 3 ശരിയായിരുന്നു, 1 തെറ്റി. നിങ്ങൾ എടുത്തു നോക്കിയോ, ഇന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന സകല മതങ്ങളും സകലതും എടുത്തു നോക്കിയോ, ഈ 4-ൽ 3 ശരിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടൊരു ട്രെയിനിങ് തരുന്നേ. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലായോ? 4-ൽ 1 അവന് ശത്രു അങ്ങ് മറയ്ക്കും. എവിടെയാ തെറ്റെന്നറിയത്തില്ല. അപ്പോൾ ഇത് പോയി പഠിച്ചേച്ച് വന്നിട്ട് പറയും അവരും പറയുന്നത് ശരിയാണല്ലോ, ആ സമയം പറയുന്നത് ശരിയാണല്ലോ, ആ സമുദായം പറയുന്നത് ശരിയാണല്ലോ, ആ ജാതിയും ശരിയാണല്ലോ. ശരിയാ കുഞ്ഞെ, ലോകത്തിലെല്ലായിടത്തും 4-ൽ 3 ശരിയായിരിക്കും. ആ പാട്ടാണ് നീ പഠിക്കുന്നതെങ്കിൽ ഇതിന് തുല്യമായിട്ട് വെക്കും. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ 4-ൽ 4 ശരിയാകും. ഹല്ലേലൂയ. എത്ര പേരുണ്ട്? അവൻ ഈ നോളജ് അങ്ങോട്ട് തന്നപ്പോഴാണ് ഇവള് നോക്കിയപ്പോൾ ശരിയാണ്, 4-ൽ 3 ശരിയാ. പ്രൈസ് ദി ലോർഡ്. 4-ൽ 3 ശരിയാണെങ്കിൽ മറ്റേതും ശരിയാകാൻ എന്തുണ്ട്? ചാൻസ്. ഏത് ശരിയാകാൻ? യു വിൽ ഡൈ എന്ന് പറഞ്ഞത്, നീ മരിക്കുമെന്ന് പറഞ്ഞത്, അതിനെക്കാട്ടി ശരി ആര് പറഞ്ഞതാ? സാത്താൻ പറഞ്ഞ കാര്യം. 4-ൽ 3 എന്തുവാ? ശരിയാ. അപ്പൊ പിന്നെ ദൈവം പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ശരി എന്നോടുണ്ടോ ഇല്ലൊരു ഇവിടെ? പിള്ളേരോടൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതൊക്കെ. നിങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ശരിയാടാ, പാസ്റ്റർ പ്രസംഗിച്ചതിനെക്കാട്ടി ഇതാ കറക്റ്റ്, ഈ ടെക്നോളജിയാ കറക്റ്റ്, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാ, ഇതെല്ലാം ശരിയാ എന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലാകുന്നില്ല 4-ൽ 1 എവിടെയോ തെറ്റായിട്ട് കിടപ്പുണ്ട്. അതവന് കണ്ടുപിടിക്കാൻ അവൻ്റെ കണ്ണിനെ ആരും മങ്ങിക്കളയും. അവൻ സാത്താൻ മങ്ങിക്കളയും. അവർ അതിലേക്ക് പോകും. എന്നാൽ ഇന്ന് നമ്മൾ അറിയേണ്ടത് എവിടെയാണ് സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത്? ഒരു പെർസെൻറ്റേജ് ആയിരിക്കും അത്. 4-ൽ 4 ശരിയാകണമെങ്കിൽ അതൊന്നു മാത്രമേ ഉള്ളൂ, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. എത്ര പേർക്ക് അത് മനസ്സിലാകുന്ന? ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം 100% ശരിയാണെന്ന് വിശ്വസിച്ച് ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് മാത്രമേ ആത്മാവെ സ്തോത്രം പറയാനോ കൈയടിക്കാനും നൃത്തം ചെയ്യാനോ ഒക്കെ കഴിയത്തുള്ളൂ. എന്നാ കാര്യം? ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ വചനം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തു പറ്റി? പെട്ടെന്ന് അടുത്ത വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, when the woman saw that the tree was good. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും. ഒന്ന് പറയാ, തിന്നാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും നാളൊരു ഇൻഫർമേഷൻ മാത്രമേ, ഒരു നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് തിന്നരുതെന്ന്. പക്ഷെ ഇപ്പോൾ പുതിയ നോളജ് കയറി. ഇത് തിന്നാൻ നല്ലതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ എന്ന് പറഞ്ഞാൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് നോക്കിയേ, ഈ 3-ന് വേണ്ടിയ നമ്മുടെ സമയവും നമ്മുടെ പണവും ചെലവഴിക്കുന്നത് മുഴുവനും. ഒന്നാമത് എഴുതിയിരിക്കുന്നതാണ്, ഹല്ലേലൂയ, ഇത് ഗുഡ് ഫോർ ഈറ്റ്. രാവിലെ മുതൽ ഉപവാസ പ്രാർത്ഥന നാളേലും ഞാൻ ഉൾപ്പെടെ ക്ഷമിക്കണേ പറയാ, പേരിടും. പക്ഷേ അന്നേരവും 4 നേരം നമ്മൾ, നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾക്കൊരു സ്വത്രം പറയുന്നത് എന്നാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുഴുവനും തീറ്റിക്കാൻ കൊണ്ട് കൊടുക്കുന്നത്. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ പോയി നോക്കണമായിരുന്നു, എന്തോ സ്റ്റോളുകളല്ലേ. ഹല്ലേലൂയ. തീറ്റി. അപ്പം ഒരു സെക്ഷൻ തീറ്റിയിലേക്ക് 2 തീറ്റി. ആദ്യം നമ്മൾ പറയും, പിന്നെ പറയും നമുക്ക് കാണാൻ പാം, കണ്ണ്.
ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങളുടെ മോനോട് പറഞ്ഞു, സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തൃപ്തിയും വരാത്ത ഒരു കൂട്ടർ നമ്മുടെ അവയവത്തിലുണ്ടല്ലോ. ഏതാണെന്നറിയോ? ഏതാ? നമ്മുടെ കണ്ണാ. ഫ്രീസലോ ഒരു ദിവസം എന്നെല്ലാം കാണുന്നുണ്ട്, എന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ പറയില്ല അവിടെ പോയി ഒന്ന് കണ്ടേച്ച് വരാമെന്ന്. ഫ്രീസലോ ഉടനെ പറയും ഇവിടെ കാണാൻ നല്ലതെന്ന് പറഞ്ഞില്ലേ? ഫ്രീസലോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞു ഏറ്റവും കൂടുതൽ സാധനം റിസീവ് ചെയ്യുന്ന ഇപ്പോൾ ഗൂഗിളാണ്. നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഗൂഗിളിനെക്കാട്ടി കഷ്ടമാണ് ഈ കണ്ണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ എല്ലാം ചൊവ്വുള്ളതാണ്. ഈ ദിവസങ്ങളിൽ രാവിലെ വചനം റിസീവ് ചെയ്യാൻ കണ്ണെടുത്ത് എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ ഞാൻ ഇന്നിവിടെ ആരാധിച്ചല്ലോ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ആരാധിച്ചല്ലോ, ഇവിടെ ആരാധിച്ചപ്പോൾ പുറമേ ഉള്ള കണ്ണടഞ്ഞിട്ട് അകമേയുള്ള കണ്ണ് തുറന്ന് കർത്താവിൽ നിന്ന് റിസീവ് ചെയ്ത് എത്ര പേരുണ്ട്? അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിന്റെ ആരാധന കൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരാധിക്കുമ്പോൾ കഴിവുള്ളവരെല്ലാം കണ്ണടച്ചിരിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അറയിൽ കിടന്ന് വാതില് അതിലേക്കിടാൻ എനിക്ക് സമയമില്ല. അവൻ അകത്തെ കണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ സാത്താൻ കുരുടാക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ റിസീവ് ദ നോളജ് ഫ്രം ഗോഡ്. ദൈവസന്നിധി റിസീവ് ചെയ്യണം. അങ്ങനെ റിസീവ് ചെയ്താലുള്ള ഗുണം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. പലതിനെ നമുക്ക് തെരഞ്ഞു പിടിക്കാൻ പറ്റും. അപ്പം ഇവിടെ ദൈവത്തിന് അറിയരുതോ ഇവൻ തിന്നതെന്ന്? അറിയാം, ദൈവത്തിനറിയാം. പക്ഷേ ദൈവം പറഞ്ഞ നോളജ് വിട്ട് സാത്താൻ്റെ നോളജിലേക്ക് പോയത് കൊണ്ടാണ് ദൈവം അവിടെ സൈലൻ്റ് ആയത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് പലതും അറിയാം. നമ്മൾ പോകുന്ന വഴി, നിന്റെ നോട്ടം എവിടാ, നിന്റെ സംസാരം എവിടാ, നിന്റെ ഇടപെടൽ എവിടാ? ദൈവത്തിൻ്റെ വചനം വിട്ടാ നീ പോകുന്നതെങ്കിൽ, നീ കാണുന്നതെങ്കിൽ, നീ സംസാരിക്കുന്നതെങ്കിൽ, നീ ചിന്തിക്കുന്നതെങ്കിൽ ദൈവം അവിടെ ഇടപെടത്തില്ല. എന്നാ കാര്യം? ഇവിടെ ഒരു ദൈവവചനം തന്നിട്ടുണ്ട്. നീ എന്ത് കാണണം, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എവിടെ പോകണം, എവിടെ നടക്കണം, എങ്ങനെ ആരാധിക്കണം മെന്ന് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. അതിനപ്പുറത്തൊരു നോളജാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ he will not sell everything, anything to you. നിന്നോട് ഒന്നും സംസാരിക്കത്തില്ല. എന്നിട്ട് നമുക്കത് വന്നേ എന്ന് പറയരുത്. എന്നാൽ ഒരു വാക്കുകൂടെ പറഞ്ഞാൽ ഇവിടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അതോടുകൂടി അവൻ എന്തു പറ്റുന്നറിയാമോ? 22 വായിച്ച ഭാഗം കൂടെ താട്ടൊന്ന് വായിച്ചേ. 22 വായിച്ചേ. 22. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം എന്നിട്ട് ദൈവം പറയാ, അവൻ ഇനി ഇവനിവിടെ എന്ത് തിന്നാൻ പറ്റത്തില്ല. അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം. കാരണം വെച്ചാൽ അവൻ മരണത്തിലേക്ക് വീണു, ഇനി അവന് ജീവൻ തിരിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അവൻ അവിടെ ഇരിക്കുന്ന ട്രീ ഓഫ് ലൈഫ്, ജീവവൃക്ഷഫലം, അതുവരെ അവനത് തിന്നാമായിരുന്നു. അവൻ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ അവൻ ഫ്രീ ആയി പുറത്തു വന്നു. ഇപ്പോൾ മുതൽ മനുഷ്യൻ ആരാന്നറിയാമോ? അന്നേരം മുതൽ ഫ്രീ വില്ല. നിനക്ക് വേണേ തിന്നാം, വേണേ തിന്നാതിരിക്കാം. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് അവൻ നിങ്ങളൊരു വാക്കിലേക്ക് വന്നേ. അവൻ പ്രൊവേർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് വന്നേ. സദൃശവാക്യം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ച്. 21-ാമത്തെ വാക്യം. ഭോഷനെ ജനിപ്പിച്ചവൻ അത് ഖേദകരമെന്നും മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും, the death and life are in the power of tongue. Next. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം പറയാ, ഇവിടെ ദൈവം അവൻ ഏത് തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നില്ല. യുവർ ചോയ്സ്. Praise the Lord. In the beginning what was happened? ദൈവം ചോയ്സ് കൊടുത്തില്ല. നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും. പക്ഷെ അവൻ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് മേടിച്ച നോളജിന് പകരം സാത്താനിൽ നിന്ന് നോളജ് മേടിച്ച് അവൻ മരിച്ച് അവൻ്റെ സന്നിധിയിൽ നിന്ന് ജീവവൃക്ഷഫലം ഔട്ടായിട്ട് പറയുക, ഇനി നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, ഇത് തിരികെ പിടിക്കണോ വേണ്ടയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ജീവവൃക്ഷഫലം അവിടുന്ന് മാറ്റിയെങ്കിൽ ആ ജീവവൃക്ഷഫലം നിൻ്റെ നാവിൻ്റെ മേൽ ദൈവം തരാൻ പോവുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാവിൻ്റെ മേലെ ജീവവൃക്ഷം തരാൻ പോകുന്നത്. ആമേൻ. വായിച്ചതിൻ്റെ 15-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. 15-ന്റെ 4-ാമത്തെ വാക്യം. 15-ന്റെ 4-ാം വാക്യം. നാവിന്റെ ശാന്തത ജീവവൃക്ഷം. ആമേൻ. നാവിൻ്റെ ശാന്തതയോ ജീവവൃക്ഷം. അവിടുന്ന് പറിച്ചെടുത്ത ജീവവൃക്ഷം ആരുടെ നാവിൻ്റെ തരാൻ പോകാന്നറിയാമോ? ലോകത്തിൻ്റെതല്ല, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ നാവിൻ്റെ മേൽ. ഹല്ലേലൂയ. ഉണ്ടോ ഇവിടെ? ഉണ്ടോ ഇവിടെ? ആമേൻ. യു ക്യാൻ പ്രൊഡ്യൂസ് ദ ഫ്രൂട്ട് ഓഫ് ദ ലൈഫ് ഓഫ് ട്രീ ഓഫ് ലൈഫ്. ട്രീ ഓഫ് ജീവവൃക്ഷഫലം നിന്റെ നാവിൻ്റെ മേലിരിക്കുക. ആമേൻ. നിനക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം പ്രൊഡ്യൂസ് ചെയ്യാം. ആമേൻ. ഏത്? ജീവൻ നീ തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പോവുക. ഹല്ലേലൂയ. എന്നാ കാര്യം? ജീവനും മരണവും നിന്റെ നാവിൻ്റെ മേലിരിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം, ഈ ദിവസം ജീവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു നാവായിട്ട് എൻ്റെ മാറുവാൻ. അതിനാ നമ്മൾ ആരാധിക്കാനും സ്തോത്രം പറയാനും ഒക്കെ പറയുന്നത്. അതിനാ വാക്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ആമേൻ. നമ്മുടെ നാവിൽ നിന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം വെളിയിലേക്ക് വരാൻ പോകുകയാണ്. ആ ജീവവൃക്ഷ ഫലം വെളിയിലോട്ട് വരുന്നവന് മാത്രമേ ഒരു നിത്യജീവൻ അവകാശം പറയാൻ പറ്റത്തുള്ളൂ. ഒരു വാക്യം പറഞ്ഞിച്ചു പോകാനല്ല. ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, the word of God, confess the word of God. Word of God is the amen tree of life. Amen. ദൈവ വചനമാണ്. ആമേൻ. ജീവവൃക്ഷം അത് നിന്റെ നാവിൽ മേൽ തന്നിരിക്കുക. If you use it, amen, the life will be produced in your tongue. നിന്റെ നാവിൽ നിന്ന് ആമേൻ ജീവൻ പുറത്തു വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ആമേൻ let us amen receive the knowledge from God. ഹല്ലേലൂയ. ആമേൻ. അപ്പുറത്തുണ്ട് ആമേൻ ഏത്? നോളജ് ഫ്രം ഈവിൾ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാമോ? Amen. I am the child of God. Hallelujah. I am received the knowledge from God. ദൈവത്തിൻ്റെ സന്നിധി ഞാൻ റിസീവ് ചെയ്യുക. ആമേൻ. അതുകൊണ്ട് ദൈവം അറിയുന്നുണ്ട്, പക്ഷേ ദൈവം ആമേൻ മൗനമായിരിക്കും. ആമേൻ. നിനക്ക് വേണമെങ്കിൽ നോളജ് നിനക്ക് വേണേൽ ഗുഡ് എടുക്കാം, നിനക്ക് വേണേൽ ഈവിൾ എടുക്കാം. ഏതെടുത്താലും ദൈവം ഇപ്പോൾ മിണ്ടത്തില്ല. എന്ന കാര്യം ഒരു സമയം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ആമേൻ, ഞാൻ തരുന്ന നോളജ് നീ എടുക്കുക. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കാനിടയായി മാറും. ആമേൻ. യു വിൽ ആമേൻ നോട്ട് ഡൈ. നിങ്ങൾ മരിക്കുകയല്ല. ആമേൻ. യു വിൽ ലീവ് ഫോർ എവർ. എത്ര പേര് എന്നോട് കൂടെ ഉണ്ട്? എത്ര പേരിനോട്? ക്ലോസ് യുവർ ഐസ്. എല്ലാവരും ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എല്ലാവരും സ്വന്തം എഴുന്നേറ്റായിട്ട് ഒരു നിമിഷം ലെറ്റസ് ആമേൻ. എല്ലാവരും ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, അകത്തു നിന്ന് ഓപ്പൺ യുവർ ഇന്നർ ഹാർട്ട്. എല്ലാവരും ക്ലോസ് യുവർ ഐസ്. അല്പസമയം ആമേൻ, ഒരു ആമേൻ 5 മിനിറ്റ് എല്ലാവരും ഓപ്പൺ യുവർ മൗത്ത്. ഞാൻ പറഞ്ഞല്ലോ, ആരാധനയ്ക്ക് വന്ന് നിൽക്കുകയല്ല. എവരിബഡി ആമേൻ ആമേൻ റിസീവ് ദ നോളജ് ഫ്രം ഗോഡ്. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ്. നിങ്ങളുടെ നാവ് ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. നിങ്ങൾക്കറിയാം നിങ്ങൾ നിൽക്കുന്നത് എങ്ങനെയാണെന്ന്. എന്നാൽ അഗ്നിജാല പോലുള്ള ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവത്തിനറിയാം. നിങ്ങൾ ആരാധിച്ചാലും ആരാധിച്ചില്ലേലും ആമേൻ ദൈവം ഇന്റർഫെയർ ചെയ്യത്തില്ല. എന്നാൽ നീ ശരിക്കും ആരാധിച്ചാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയായി തീരും. എല്ലാവരും ഒന്ന് സ്തോത്രം പറ. അല്പസമയം ആമേൻ ഈ ഹോളിൽ ഒരു ദൈവ സാന്നിധ്യമെന്ന് നിങ്ങൾ കൊണ്ടുവന്നേ. ആമേൻ. ഒരു ദൈവം നമ്മൾ ആരാധിക്കാൻ വന്നതല്ലേ. കഴിഞ്ഞ 6 ദിവസം അധ്വാനിക്കാൻ ദൈവം കൃപ തന്നില്ലേ. ആമേൻ. എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്തേട്ടാ. നിങ്ങളുടെ നാവിൻ്റെ മേലാണ് ഇവിടെ ആരാധന വെളിപ്പെടേണ്ടത്. നിങ്ങളുടെ നാവിൻ്റെ മേല അഭിഷേകം വെളിപ്പെടേണ്ടത്. നിങ്ങളുടെ നാവിൻ്റെ മേല ദൈവശക്തി വെളിപ്പെടേണ്ടത്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ ഇവിടെ നോക്കാതെ അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഒരു 5 minutes എല്ലാവരും എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കമ്പനിയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. ആമേൻ. നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് പറ, ആമേൻ, അല്പസമയം ഞാനൊന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാതാളമേ